നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 2-ഉം യൂണിറ്റ് 3-യുടെയും ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുകളുമാണ്. കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ എല്ലാ യൂണിറ്റും ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 1-ലെ 3 യൂണിറ്റും അതുപോലെ തന്നെ ബ്ലോക്ക് 2-ലെ 3 യൂണിറ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബാക്കിയുണ്ടായിരുന്ന യൂണിറ്റ് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 2-ഉം യൂണിറ്റ് 3-ലെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് പ്രീവിയസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതും കൂടി നമുക്ക് വരുന്ന വീഡിയോകളിലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങളുടെ ബുക്കുകളിൽ നിങ്ങൾക്കെല്ലാം ബുക്ക് അവൈലബിൾ ആയിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അതിൽ കുറെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 2 ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദ ചാമ്പാരൻ സത്യാഗ്രഹ ലെഡ് ബൈ മഹാത്മാഗാന്ധി? നമ്മള് ചമ്പാരൻ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്തായിരുന്നു എന്നാണ്. അതിന്റെ റീസൺ എന്തായിരുന്നു? ഇൻഡിഗോ പ്ലാന്റേഷന്റെ ഇൻഡിഗോ പ്ലാന്റേഷന്റെ സിസ്റ്റം, അതായിരുന്നു അതിന്റെ റീസൺ. ആ ഒരു സമരത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സത്യാഗ്രഹത്തിന്റെ റീസൺ അതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് ദ എയിം ഓഫ് ദ റൗലറ്റ് ആക്ട് 1919? 1919-ലെ റൗലറ്റ് ആക്ടിന്റെ എയിം എന്തായിരുന്നു എന്നാണ്. എന്തായിരുന്നു അതിന്റെ ആൻസർ? സപ്രസ് പൊളിറ്റിക്കൽ എജിറ്റേഷൻ ഇൻ ഇന്ത്യ. നമുക്കറിയാം റൗലറ്റ് ആക്ടിനെ പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ എല്ലാ പോയിന്റ്സും നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയിന്റ്സ് വൈസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൂട്ടി കണക്ട് ചെയ്ത് എഴുതിയാൽ തന്നെ നിങ്ങളുടെ എസ്ഐക്ക് ഉള്ളതായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസും ആൻസർ കൂടി പഠിച്ചാൽ തന്നെ കുറച്ചുകൂടി നമുക്ക് ബൈ ഹാർട്ട് ആക്കാൻ പറ്റും. Next question. Which movement was initiated by Mahatma Gandhi to protest against the British imposition of taxes on Indian goods, particularly salt? Salt എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം അല്ലെ, ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹം. നാലാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ പ്രൈമറി ഗോൾ ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ പ്രൈമറി ഗോൾ എന്തായിരുന്നു? കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഹു പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അലോങ് സൈഡ് ഗാന്ധി? ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നത്, ആ ഒരു മൂവ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആരായിരുന്നു? പേരാണ് CR ദാസ്. മറ്റൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഇവൻ ലീഡ് ടു ദ വിഡ്രൂവൽ ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? ആൻസർ ആണ് ചൗരി ചൗര ഇൻസിഡന്റ്. അറിയാലോ, ചൗരി ചൗര നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻസിഡന്റ്, അതായത് ജനക്കൂട്ടം ഒരു പോലീസ് സ്റ്റേഷനിലെ 22ഓളം പോലീസുകാരെ തീവെക്കുകയും മരണപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തതാണ് ആ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ചൗരി ചൗര എന്നുള്ളത് കേട്ടോ. അത് പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പം എന്തിലേക്കാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രൂ ചെയ്യാനുണ്ടായ ആ ഒരു ഇവന്റ് എന്താണെന്ന് ചൗരി ചൗര എന്നൊന്ന് ഓർക്കുക. ചൗരി ചൗര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആലോചിക്കുക. ജനക്കൂട്ടം പിന്നെ പോലീസുകാരെ 22ഓളം പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീ കത്തിക്കുകയാണ് ചെയ്തത്. ആ ഒരു സംഭവമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രൂ ചെയ്യാനുള്ള ഒരു ഇവന്റ് എന്ന് പറയുന്നത്. Next, which region stood out in the success of educational boycott during the non-cooperation movement? ഏത് റീജിയൻ ആയിരുന്നു എന്നുള്ളതാണ്. ബംഗാൾ റീജിയൻ ആണ് കേട്ടോ. ബംഗാൾ റീജിയൻ ആണ് അതിന്റെ ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ എയിം ഓഫ് ഖിലാഫത്ത് മൂവ്മെന്റ് വിത്ത് വിച്ച് മഹാത്മാഗാന്ധി അലൈഡ് ഹിംസെൽഫ് ഇൻ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ? ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ആലോചിക്കുക. ഇതിലൊക്കെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. ടു പ്രൊട്ടക്ട് ദ ഒട്ടോമാൻ കാലിപ്പേറ്റ് ആൻഡ് മുസ്ലിം ഇൻട്രസ്റ്റ് ഫോളോയിങ് വേൾഡ് വാർ 1. അറിയാലോ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ നമ്മൾ ഒരു ഐക്യം കൊണ്ടുവരണം. അതായത് നമുക്ക് ഒരുപാട് മതങ്ങളുണ്ട്. അതിൽ തന്നെ ആ ഒരു മതങ്ങളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകണം, ഐക്യത്തിൽ കൊണ്ടുപോകണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അല്ലെ. ഇന്ത്യയിലെ ജനങ്ങൾ നമുക്കറിയാം, പല പല റീജിയൻ, പല പല കാസ്റ്റ്, പല പല ഇതിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു
മുസ്ലിംസിന്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഖിലാഫത്ത് ആ ഒരു പിന്നെ എന്താ പറയാ മൂവ്മെന്റ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് എയിം ചെയ്തത് എന്നുള്ളത് മനസ്സിലായല്ലോ. അതുവരെ ഒന്ന് ഏകോപിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം റിജിയനെ. Next question. Which movement did Mahatma Gandhi launch in 1990 in protest against the Jallianwala Bagh massacre? എന്തായിരുന്നു? 1990 ഉണ്ടായതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാലിയൻവാല ബാഗിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ ജാലിയൻവാല ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ജാലിയൻവാല ബാഗ് മാസ്കർ, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. Who was the British visionary during പത്താമത്തെ ക്വസ്റ്റ്യൻ. Who was the British viceroy during Mahatma Gandhi's salt satyagraha in 1930? ഉപ്പ് സത്യാഗ്രഹം 1930 നടന്നപ്പോൾ ഏത് വൈസ്രോയി ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പം ആരായിരുന്നു അതില്? ലോർഡ് ഐർവിൻ. ലോർഡ് ഐർവിൻ ആയിരുന്നു ആ സമയത്തെ വൈസ്രോയി. Next question. Which movement advocated for the boycott of foreign goods and institutions as a means of protesting British rule in India? ഏതായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഒന്നിലും കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക, വിസമ്മതിക്കുക എന്നുള്ള ആ ഒരു മൂവ്മെന്റ് കേട്ടോ. അതാണ്. നെക്സ്റ്റ്. മഹാത്മാ ഗാന്ധി ഓട്ടോബയോഗ്രഫി കവറിംഗ് ഹിസ് ഏർലി ലൈഫ് ഇൻ ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക ആൻഡ് ഹിസ് നോൺ വയലൻസ് ആക്ടിവിസം ഈസ് ടൈറ്റിൽഡ്. എന്തായിരുന്നു അതിന്റെ ആ ഒരു പേര്? അതിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ബയോഗ്രഫിയുടെ പേര്? നമുക്ക് അറിയാം, പലരും വായിച്ചിട്ടുണ്ടാവും അല്ലെ? ഓട്ടോബയോഗ്രഫിയുടെ പേര്, ബയോഗ്രഫി അല്ല ഓട്ടോബയോഗ്രഫിക്ക്. ഏതായിരുന്നു അത്? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്, എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഇംഗ്ലീഷിലുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. അപ്പൊ അതായിരുന്നു അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി. ഇനി, വാട്ട് ഡസ് ദ ടേം സത്യാഗ്രഹ റെഫർ ടു? എന്താണ് സത്യാഗ്രഹ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്? സത്യാഗ്രഹ മീൻസ് ട്രൂത്ത് ഫോഴ്സ് ഓർ സോൾ ഫോഴ്സ്. ഓക്കെ, സത്യാഗ്രഹ, ട്രൂത്ത് ഫോഴ്സ് ഓർ സോൾ ഫോഴ്സ്. നമുക്കറിയാം സത്യാഗ്രഹം എന്നുള്ളൊരു സംസ്കൃതം വേർഡാണ്. അതിൽ നിന്നാണ് നമുക്ക് സത്യാഗ്രഹ എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ? സത്യാഗ്രഹം നമ്മൾ മലയാളത്തിലും പറയുന്നതാണ്. ട്രൂത്ത് ഫോഴ്സ്, സോൾ ഫോഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് സ്ട്രാറ്റജി ഡിഡ് ഗാന്ധി യൂസ് ഡ്യൂറിംഗ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ടു മൊബിലൈസ് ദ മാസസ്? എന്ത് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. മെയിൻ കാര്യം അദ്ദേഹം എന്ത് രീതിയിലാണ് അദ്ദേഹം എല്ലാത്തിനും ഒരു എന്താണ് സമര രീതി എങ്ങനെയായിരുന്നു? നോൺ വയലൻസ് പ്രൊട്ടസ്റ്റ് ആൻഡ് ബോയ്ക്കട്ട്സ്. പല നോൺ വയലൻസ് ആയിട്ടുള്ള സത്യാഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ബോയ്ക്കട്ട് ചെയ്യുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ ബോയ്ക്കട്ട് ചെയ്തിട്ടൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ രീതികൾ. അങ്ങനെയായിരുന്നു, ആ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഇനി, വിച്ച് ഇവന്റ് മാർക്ക് ദ എൻഡ് ഓഫ് ദ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്? എന്തായിരുന്നു ലാസ്റ്റ് ഡിസൊബീഡിയൻ മൂവ്മെന്റിലെ ഒരു അവസാനത്തെ ഒരു ഏതായിരുന്നു ആ ഒരു മൂവ്മെന്റ് എന്നാണ് കേട്ടോ. ദ സൈനിങ് ഓഫ് ദ ഗാന്ധി അർവിൻ പാക്ട്. അതായിരുന്നു അതിന്റെ ആൻസർ. ഏത് ഇവന്റിലാണ് സിവിൽ ഒബീഡിയൻസിന്റെ ആ ഒരു മൂവ്മെന്റിന്റെ എൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ പേരാണ് ദ സൈനിങ് ഓഫ് ദ ഗാന്ധി എർവിൻ പാക്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോർഡ് എർവിൻ ആയിരുന്നു ആ സമയത്തെ വൈസ്രോയി. അതുകൊണ്ടാണ് ഗാന്ധി എർവിൻ പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ആണ് ബ്ലോക്ക് 2 യൂണിറ്റ് 2 ക്വസ്റ്റ്യൻസും ആൻസറുകളും. ഇനി നമുക്ക് യൂണിറ്റ് 3 ക്വസ്റ്റ്യൻസും ആൻസറും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ യൂണിറ്റ് 3 ബ്ലോക്ക് 2 യൂണിറ്റ് 3 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വേർ വാസ് ദ ഗാന്ധി വെൻ ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസ് സമയത്ത് നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു താല്പര്യം, അത്രയും ആഘോഷിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം ഇന്ത്യ വിഭജനം അവിടെ നടന്നു, അതിനെ ചൊല്ലിയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അദ്ദേഹം ആ സമയത്ത് നൌഖലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു.
അദ്ദേഹം ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫോം ഓഫ് റെസിസ്റ്റൻസ് ഡിഡ് ഗാന്ധി ഫസ്റ്റ് എക്സ്പെരിമെന്റ് വിത്ത് ദ സൗത്ത് ആഫ്രിക്ക? സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിന് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായിന്നറിയാം. അദ്ദേഹം എന്തായിരുന്നു, എന്ത് തരത്തിലുള്ളൊരു റെസിസ്റ്റൻസ് ആണ് അവിടെ ഉപയോഗിച്ചത് എന്നാണ് നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ നേരെ ഉണ്ടായിരുന്ന അതിക്രമങ്ങൾക്ക്. എന്തായിരുന്നു അതിന്റെ ആൻസർ? സത്യാഗ്രഹമായിരുന്നു അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രിൻസിപ്പിൾസ് ലൈസ് അറ്റ് ദ കോർ ഓഫ് ഗാന്ധീസ് ഫിലോസഫി? ഗാന്ധി ഫിലോസഫിയുടെ ഒരു കോർ എന്ന് പറയുന്നത് എന്തായിരുന്നു? അഹിംസ, നോൺ വയലൻസ്, അതുപോലെ തന്നെ ട്രൂത്ത്, സത്യം. അഹിംസയും സത്യവും, നോൺ വയലൻസ് ആൻഡ് ട്രൂത്ത്, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഫിലോസഫിയുടെ ഒരു കോർ എന്ന് പറയുന്നത്. ഒരു വലിയ ഘടകം, അഹിംസയും അതുപോലെ തന്നെ ട്രൂത്തും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇവന്റ് ലെഡ് ടു ഗാന്ധീസ് അറസ്റ്റ് ഇൻ 1922? എന്തായിരുന്നു ആ ഇവന്റ്? അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത്, തടവും അദ്ദേഹത്തിന്റെ വിചാരണയും തടവും എന്നുള്ള യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടോപ്പിക്കിൽ. എന്തായിരുന്നു അത്? ചൗരി ചൗര ഇൻസിഡന്റ് ഡ്യൂറിംഗ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ചൗരി ചൗര നമ്മൾ കുറെ പറയുന്നുണ്ട് കേട്ടോ. ചൗരി ചൗര നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഇൻസിഡന്റ് നിങ്ങൾ മനസ്സിലാലോചിക്കുക, അതിന്റെ വർഷം ആലോചിക്കുക, അതെന്തായിരുന്നു എന്നുള്ളത് ആലോചിക്കുക സിമ്പിളായിട്ട്. അത് കഴിഞ്ഞ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അത് ആ ഒരു മൂവ്മെന്റിന്റെ ടൈമിൽ 22ഓളം പോലീസുകാരെ ആ ഒരു പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും അതിൽ അവര് കൊല്ലപ്പെടുകയും ചെയ്തു. ആ ഒരു ഇൻസിഡന്റ് ആണ്. ആ ഒരു ഇൻസിഡന്റ് ആണ് അദ്ദേഹത്തിനെ 1922 അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൈസ്രോയി ആസ്ക്ഡ് ഫോർ ഗാന്ധീസ് വിസിറ്റ് ടു നാപ്പോളി ഡ്യൂറിംഗ് കമ്മ്യൂണൽ വയലൻസ്? അതിന്റെ ആൻസർ ആണ് ലോർഡ് മൗണ്ട് ബാറ്റൺ. ലോർഡ് മൗണ്ട് ബാറ്റൺ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ആ പേര്? അപ്പൊ അദ്ദേഹമായിരുന്നു അത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ഗാന്ധി വിഡ്രൂ ഫ്രം ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? എപ്പോഴായിരുന്നു? ഫെബ്രുവരി 1922. ആ ഇൻസിഡന്റിന്റെ ആ സമയത്ത്, അതാണ് അദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രൂ ചെയ്യാനുണ്ടായ സമയം. ആ ഒരു ഇവന്റ് അല്ലെങ്കിൽ അതിന്റെ എന്നാണ് എന്ന് ചോദിക്കുമ്പോൾ 1922 എന്ന് ആലോചിക്കുക. ഫെബ്രുവരി 1922. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇവന്റ് അൺലീഷ്ഡ് കമ്മ്യൂണൽ വയലൻസ് ഓഫ് നോക്കലി? എന്തായിരുന്നു ആ സമയത്ത് കമ്മ്യൂണൽ ഇതുണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? അല്ലെങ്കിൽ അതിന്റെ പിന്നെ ആ ഒരു ഏത് ഇവന്റ് ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇവന്റിന്റെ പേര് ഡയറക്റ്റ് ആക്ഷൻ ഡേ അല്ലെങ്കിൽ ജിനാസ് കോൾ ഫോർ ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ടാഗോർ ഇന്ററപ്റ്റ് ദ ടേം മഹാത്മാ ടു റെപ്രസെന്റ്? എന്തായിരുന്നു ആ ടേം എന്ന്? എ ലിബറേറ്റഡ് സോൾ ദാറ്റ് റെക്കഗ്നൈസ് ഇറ്റ്സ് ഇൻഹെറന്റ് കണക്ഷൻ വിത്ത് ഓൾ ബീയിങ്സ്. അദ്ദേഹത്തിന്റെ ആ ഒരു എന്തുകൊണ്ടാണ് വിളിച്ചതെന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സോൾ എന്നുള്ളത് കൊണ്ടൊക്കെ കൂടിയാണ് മഹാത്മാ എന്നുള്ള ഒരു ഇത് വന്നത്, വിളിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ടാഗോറാണ്, രവീന്ദ്രനാഥ ടാഗോറാണ് ആ പേര് വിളിച്ചത് ആദ്യമായിട്ട്. അത് ആലോചിക്കാം. ആ ഒരു ടേം മഹാത്മാ എന്ന് പറയുന്ന ആ ഒരു റെപ്രസെന്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്നാണ് കേട്ടോ. ഒരു ലിബറേറ്റഡ് സോള്, ഒരു പവിത്രമായ ഒരു ആത്മാവ്, മഹാത്മാവ് എന്നുള്ള ഒരു മീനിങ് കൂടി അവിടെ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ലാസ്റ്റ് വൈസ്രോയി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ലാസ്റ്റ് വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൺ. നമുക്കറിയാം ആ ഒരു സമയത്ത് മൗണ്ട് ബാറ്റൺ ആയിരുന്നു നമ്മുടെ പിന്നെ വൈസ്രോയി ആയിരുന്നത്, ബ്രിട്ടീഷ് വൈസ്രോയി. അദ്ദേഹം ആ സമയത്ത് ഇൻഡിപെൻഡൻസിന്റെ ആ സമയത്തായിരുന്നു അദ്ദേഹമായിരുന്നു അവസാനത്തെ വൈസ്രോയി ആയിട്ട് ഇരുന്നത്. ഇനി വേർ ഡിഡ് ഗാന്ധി ഹോൾഡ് ഹിസ് ഫസ്റ്റ് സത്യാഗ്രഹ ഇൻ ഇന്ത്യ? എവിടെയായിരുന്നു അത്? ബീഹാറിലായിരുന്നു അത് ആദ്യത്തെ സത്യാഗ്രഹ. ഹു സെഡ് ദിസ്? ഇഫ് എവർ യു ബിക്കം മാഡ് അഗൈൻ യു മസ്റ്റ് ഡിസ്ട്രോയ് മീ ഫസ്റ്റ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മഹാത്മാ ഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു കോൾഡ് ഫോർ ഡയറക്റ്റ് ആക്ഷൻ ഡേ? ആരായിരുന്നു? നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിനാസ് കോൾ. അതിന്റെ പേര് മുഹമ്മദ് അലി ജിന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വാസ് ഇന്ത്യ ഒഫീഷ്യലി പാഷനേറ്റ്? എന്നാണ് ഒഫീഷ്യലി വിഭജിച്ചതെന്ന്? ഓഗസ്റ്റ് 15, 1947. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ ദിവസം തന്നെയാണ് ഇന്ത്യയെ വിഭജിച്ചതും എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. ഇനി വൈ വാസ് ദ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്? എന്നായിരുന്നു?
to frame a constitution for a united India. Next, who commanded on Gandhi's that generation to come will scarce believe that such a one as his ever in flesh and blood walked upon this earth. അങ്ങനെ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അങ്ങനെ മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് യൂണിറ്റ് 3 ബ്ലോക്ക് 2 യൂണിറ്റ് 3 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുകളും. ഇനി നമുക്ക് അടുത്ത വീഡിയോകളിലും ഒക്കെ ആയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം. ക്വസ്റ്റ്യൻസ് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ആ ഒരു മോഡലിലാണ് പോകുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബ്രീഫായിട്ട് എഴുതേണ്ടതും അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു സെഷൻ അങ്ങനെയാണല്ലോ വരുന്നത്. സെഷൻ 7 എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒബ്ജക്റ്റീവ് ടൈപ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന 1 മാർക്കിന്റെ. അപ്പൊ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ ഡിഡ് ഗാന്ധി ട്രാവൽ ടു സൗത്ത് ആഫ്രിക്ക ഫോർ ദ ഫസ്റ്റ് ടൈം? ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് ട്രാവൽ ചെയ്തത് 1893 1893 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്തത്. നെക്സ്റ്റ്, വിച്ച് കമ്മോഡിറ്റി ഡിഡ് ഗാന്ധി യൂസ് ആസ് എ സിംബൽ ഇൻ ഹിസ് 1930 പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ? ഏതായിരുന്നു? സോൾട്ട്. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ആൻഷ്യന്റ് ഇന്ത്യൻ കോൺസെപ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ഗാന്ധീസ് ഐഡിയ ഓഫ് നോൺ വയലൻസ്? ഏതായിരുന്നു? ഹിന്ദുസവും ആൻഡ് ജൈനിസത്തിലെയും അഹിംസ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഏൻഷ്യന്റ് ഇന്ത്യയിലെ ഗാന്ധിജി ഇൻഫ്ലുവൻസ് ചെയ്തത്. അഹിംസ എന്നുള്ളതാണത് എ കീ കോൺസെപ്റ്റ് ഇൻ ഹിന്ദുസം ആൻഡ് ജൈനിസം. അതിൽ രണ്ടിലും ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അഹിംസ എന്നുള്ളത് ആലോചിക്കുക. ഹു എഡിറ്റഡ് ദ എസെൻഷ്യൽ ഗാന്ധി, എ കളക്ഷൻ ഓഫ് ഗാന്ധീസ് റൈറ്റിംഗ്സ്? ലൂയിസ് ഫിഷർ. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് വാസ് ദ ഇമ്മീഡിയറ്റ് റീസൺ ഫോർ ഗാന്ധീസ് ഫസ്റ്റ് ഇംപ്രിസൺമെന്റ് ഇൻ ഇന്ത്യ? ഏതായിരുന്നു? ഹിസ് ഫസ്റ്റ് ഇംപ്രിസൺമെന്റ് വാസ് അറസ്റ്റ് ഫോർ പൽവാൾ. ആദ്യത്തത് അതായിരുന്നു ഏപ്രിൽ 1919 ആണ്. ആ സമയത്ത് പഞ്ചാബ് പ്രൊട്ടസ്റ്റിൽ ഒരു റൗലത്ത് ആക്ട് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് പിന്നെ എന്താ പറയാ ജയിലിൽ അടയ്ക്കുകയുണ്ടായത്. അത് ആലോചിക്കുക. പിന്നെ അതിനുശേഷം ഒരു നമ്മുടെ 1922 ചൗരി ചൗര ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലും അദ്ദേഹത്തിന് എന്താ പറയാ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും അതും ആലോചിക്കുക. തടവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 വർഷത്തോളം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒഫീഷ്യലി ലോഞ്ച്ഡ്? എന്നായിരുന്നു? ഓഗസ്റ്റ് 1, 1920. ഓഗസ്റ്റ് 1, 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, നെയിം ദ മൂവ്മെന്റ് ദാറ്റ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ റൗലത്ത് ആക്ട്? എന്തായിരുന്നു? റൗലത്ത് സത്യാഗ്രഹ. നെയിം ദ മൂവ്മെന്റ് ദാറ്റ് ക്ഷമിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എ ബുക്ക് റിട്ടൺ ബൈ മഹാത്മാഗാന്ധി? എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഏതായിരുന്നു ആൻസർ? എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, അല്ലെങ്കിൽ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്. ഓക്കെ. അത്രയുമായിരുന്നു നമ്മുടെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നമ്മൾ കവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഗാന്ധിജിയുടെ ആ റൈറ്റിംഗ്സിന്റെ കാര്യങ്ങൾ മാത്രം, അതൊരു ലൂയിസ് ഫിഷർ, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത് എന്നുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെ വന്നതാണ് കേട്ടോ. അപ്പൊ 1 മാർക്കിന്റെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. കാരണം ഈ എല്ലാ കാര്യങ്ങളും അധികം ഡേറ്റുകളാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ഓർമ്മിക്കുക. നെക്സ്റ്റ് സെഷനിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഗാന്ധീസ് ചൈൽഡ്ഹുഡ് ഇൻ പോർബന്ദർ ആൻഡ് ഹിസ് ഫാമിലി സറൗണ്ടിങ്സ് ഇൻഫ്ലുവൻസ് ഹിസ് ഏർലി വാല്യൂസ്? ഒരുപാട് ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് ഷേപ്പ് ചെയ്തത് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവത്തിലും ഒക്കെ, എങ്ങനെ അദ്ദേഹത്തെ ആ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന്. അദ്ദേഹം മാതാവ് വളരെ ഭക്തിയൊക്കെയുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ പിതാവ് ഒരു പിന്നെ പിതാവിന്റെ സൈഡിൽ നിന്നും അദ്ദേഹത്തിന് ആ ഒരു 2 ഗുണങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഒരു ചൈൽഡ്ഹുഡ്, പോർബന്തറിലെ ചൈൽഡ്ഹുഡ് സമയത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യൻ ഇന്ത്യയിലെ പിന്നെ
ഭഗവത്ഗീതയിലും ഹിന്ദുസവും ജൈനസത്തിലും ഒക്കെ പല കോൺസെപ്റ്റുകളും അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അഹിംസയൊക്കെ അദ്ദേഹത്തിന് അങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. സത്യം, അഹിംസ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്, അതുപോലെ നമ്മളെപ്പോഴും ഒരു സത്യമുള്ള ആയിരിക്കണം നമ്മളുള്ളിൽ, അതുപോലെ തന്നെ ഒരു നോൺ വയലൻസ് ആയിട്ട് വേണം നമ്മൾ എല്ലാത്തിലും പോകാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിച്ചത് ചൈൽഡ്ഹുഡിലായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കുക. കാരണം അത് നിങ്ങൾ എഴുതുമ്പോൾ അതെല്ലാം കൂട്ടിച്ചേർത്ത് എഴുതുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോകളിലൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഇമ്പാക്ട് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഓൺ ഗാന്ധീസ് വേൾഡ് വ്യൂ? ആ ഒരു ഇമ്പാക്ട് എന്തായിരുന്നു എന്നുള്ളത് അറിയാലോ. വെസ്റ്റേൺ, അതായത് ആഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പഠിക്കാൻ പോയപ്പോഴും അദ്ദേഹത്തിന് വെസ്റ്റേൺ രീതികളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയെങ്കിലും പക്ഷെ അതിൽ തന്നെ നമ്മുടെ രീതികൾ തന്നെയാണ് അദ്ദേഹം തുടർന്നു പോയത്. കാരണം അതൊന്നും അത്ര ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ തോട്ട്സും അവരുടെ ഒരു പൊളിറ്റിക്കലും സോഷ്യലും കോൺസെപ്റ്റ്സ് ഒക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹം ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സെഷൻ എയില് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, അറിയാമല്ലോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് സെഷൻ ബി വരുമ്പോൾ ഷോർട്ട് ആൻസർ ആണ്, അതായത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ നിങ്ങൾക്ക് അത്ര ഉള്ളത് എഴുതിയാൽ മതി. നമ്മള് എന്താ പറയാ, എന്തായിരുന്നു ആ ഒരു ചൈൽഡ്ഹുഡിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം പോർബന്തറിലുണ്ടായിരുന്നു അത് എഴുതുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ മാത്രം, 2 മാർക്കിനുള്ളത് ഒരുപാട് എഴുതരുത്, വലിച്ചു വാരി എഴുതാൻ നിൽക്കണ്ട. 2 മാർക്കിന്റെ എങ്ങനെയാണ് ചൈൽഡ്ഹുഡ് പോർബന്തറിലുണ്ടായിരുന്നത്, അതുപോലെ ഫാമിലി സറൗണ്ടിങ്സ് എങ്ങനെ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 2 മാർക്കിന്റെ ആണെന്ന് ആലോചിച്ചിട്ട് എഴുതുക. ഇനി അതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് വാസ് ഗാന്ധീസ് കോൺട്രിബ്യൂഷൻ ടു ദ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്? അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആദ്യം അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഉണ്ടായ വർഷം എഴുതുക. 1918 ആണ്. അത് ഒരു പുതിയ എന്താ പറയുക, ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അതിൽ എന്തായിരുന്നു ചെയ്തത്? അത് നമുക്കറിയാം അല്ലെ, വേജ് കുറവായിരുന്നു. അതുകൊണ്ട് അതിനെതിരെയാണ് അദ്ദേഹം ഓണേഴ്സിനോട് സംസാരിക്കുകയും വർക്കേഴ്സും അതിന്റെ ഒരു സ്ട്രഗിൾ മനസ്സിലാക്കി ഓണേഴ്സിനോട് സംസാരിച്ച് നമ്മൾ അതിനൊരു വേജ് ഇൻക്രീസ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ആ ഒരു സ്ട്രൈക്ക് അതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് 2 മാർക്കിന് എന്നുള്ളത് എഴുതുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഉണ്ടായ വർഷം കൃത്യമായിട്ട് ആദ്യം തന്നെ എഴുതുക. അപ്പൊ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഗാന്ധീസ് കോൺസെപ്റ്റ് ഓഫ് നോൺ വയലൻസ്, അതായത് അഹിംസയെ പറ്റിയിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ. എന്താണ് അഹിംസ, അഹിംസയുടെ മീനിങ് എന്താണ്, ആ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ അറിയാം. നോൺ വയലൻസ് ആണ്, അറിയാലോ. അതായത് നമ്മൾ ഒരിക്കലും ഒരു ഫിസിക്കൽ ഇഞ്ചുറി ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഫിസിക്കൽ ഇഞ്ചുറി ഒന്നും ഉണ്ടാക്കാതെ തന്നെ നമ്മൾ എന്താ പറയുക, ഒരു നോൺ വയലൻസ് ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നതിനെയാണ് എന്നുള്ള രീതിയിൽ അഹിംസയെ പറ്റി ഒന്ന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുക. ആ കോൺസെപ്റ്റിനെ പറ്റി ഒത്തിരി എഴുതണ്ട, വളരെ 2 മാർക്കിന് എഴുതാനുള്ളതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ സത്യാഗ്രഹ? എന്താണ് സത്യാഗ്രഹം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ട്രൂത്ത് ഫോഴ്സ് അല്ലെങ്കിൽ സോൾ ഫോഴ്സ് എന്നുള്ള സിമ്പിൾ മീനിങ് അതൊന്നും മനസ്സിലാക്കുക. ലിറ്ററലി അതാണ് പറയുന്നത്. നോൺ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ റെസിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ഒരു ഡെവലപ്പ് ചെയ്തതാണ് സത്യാഗ്രഹ എന്നുള്ളതൊക്കെ എഴുതുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 സിഗ്നിഫിക്കന്റ് ഔട്ട്കം ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അതിന്റെ ഔട്ട്കം എന്തായിരുന്നു എന്നുള്ളത്. എന്തൊക്കെ എടുക്കാം നമുക്ക് അതിൽ? മാസ് മൊബിലൈസേഷൻ അല്ലെ, സാധാരണ ജനങ്ങള്, വുമൻസ്, അതുപോലെ തന്നെ ഫാർമേഴ്സ് ഒക്കെ അതിലേക്ക് വന്നു. അതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റി, എല്ലാ റീജിയനും ഒക്കെ ആ ഒരു നാഷണൽ സ്ട്രഗിൾസിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. 2 മാർക്കിന്റെ എന്നുള്ളത് ആലോചിച്ച് എഴുതണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, അതിൽ നമുക്ക് 14ഓളം ക്വസ്റ്റ്യൻസ്, അതായത് 14ഓളം ക്വസ്റ്റ്യൻസിൽ 6ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. 8 ക്വസ്റ്റ്യൻസോളം നമുക്കുണ്ട്. ബാക്കി 2 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്, അറിയാലോ. കുറച്ച് എസ്സേ ടൈപ്പാണ് നമുക്ക് വരുന്നത്. ആ ഒരു കുറച്ച് എസ്സേ ആകുമ്പോൾ അത്രയും കൂടെ നിങ്ങൾ എഴുതണം എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ലോങ് ആൻസർ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദ ജെനസിസ് ഓഫ് സത്യാഗ്രഹ
in South Africa and how it evolved into a global philosophy. അപ്പൊ സത്യാഗ്രഹത്തിന്റെ ആ ഒരു അതായത് സൗത്ത് ആഫ്രിക്കയിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഇൻസിഡന്റ് നിങ്ങൾക്ക് എഴുതാം. സത്യാഗ്രഹം എന്നാണ് ഉണ്ടായത്, ആ ഒരു ഇൻസിഡന്റ് ജസ്റ്റ് നിങ്ങൾക്ക് പറയാം, ആ കാര്യങ്ങളൊക്കെ എഴുതാം. എന്തുകൊണ്ടാണ് സത്യാഗ്രഹം അവിടെ അദ്ദേഹം ഒരു വർണ്ണ വിവേചനം ഉണ്ടായതുകൊണ്ടാണ് ബ്ലാക്ക് ആക്ട്, അതിനൊക്കെ എതിരായിട്ട് നിങ്ങൾക്ക് എല്ലാം എഴുതാം. കാരണം ആദ്യം തൊട്ടേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആദ്യമായിട്ട് അദ്ദേഹം ആ ഒരു സത്യാഗ്രഹം കോൺസെപ്റ്റ് കൊണ്ടുവന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. എന്താണ് അതിനൊരു കാരണം കൂടിയുണ്ട് അല്ലെ. അദ്ദേഹം ഒരു പിന്നെ ട്രെയിനിൽ നിന്നും അദ്ദേഹം പുറന്തള്ളപ്പെട്ടു. അതെന്തുകൊണ്ട് ആ കാര്യങ്ങൾ എഴുതാം. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സത്യാഗ്രഹം എന്നുള്ളത് അവിടെ കൊണ്ടുവരാൻ കാര്യം, ഗ്ലോബൽ ഫിലോസഫി ഉണ്ടാവാനൊക്കെ കാര്യം അവിടെ ഇതുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഗ്ലോബൽ ഫിലോസഫിയിൽ വരുമ്പോൾ നിങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എത്തിക്സ് യൂണിവേഴ്സലി കൂടി കണക്ട് ചെയ്തിട്ട്, അതായത് ലോകത്ത് ആ ഒരു ഫിലോസഫി എങ്ങനെ ആ ഒരു ഇൻസിഡന്റിനെ കൂടി എഴുതിയിട്ട് അത് ഇതിന് ശേഷം സത്യാഗ്രഹം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി കുറച്ചുകൂടി ഇതായിട്ട് എഴുതാം. നോൺ വയലൻസ് ആയിട്ട് പോകുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വാചകത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. കാരണം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതുക പല കാര്യങ്ങളും കേട്ടോ. പിന്നെ എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാവും. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് 2 ആൻസർ ചെയ്താൽ മതി. എന്തായാലും 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് വ്യക്തമായി അറിയുന്ന എഴുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, ഇത് റിലേറ്റ് ചെയ്തിട്ട് അറിയുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ എഴുതണം. അത് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇതുമായി ബന്ധമില്ലാത്ത ഒരിക്കലും ഒരു കാര്യങ്ങളും നിങ്ങൾ അതിൽ എഴുതരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാവും ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ്, അതിന്റെ വർഷം ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ആദ്യം തന്നെ എഴുതുക. അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. ആദ്യം അറിയുന്ന, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള, പ്രത്യേകം ശ്രദ്ധിക്കുക, റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക. ബാക്കിയുള്ളവ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമുക്കതിന്റെ ബാക്കിയായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ കുറച്ചുകൂടി രീതിയിൽ അങ്ങനെ ചിന്തിച്ച് എഴുതിയാലാണ് അതിൽ കുറച്ചുകൂടി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക കേട്ടോ. ഇനി നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് റൗലറ്റ് സത്യാഗ്രഹ ആൻഡ് ഹൗ ഇറ്റ് ഷേപ്ഡ് ഇൻ നാഷണൽ മൂവ്മെന്റ്. റൗലറ്റ് സത്യാഗ്രഹ എന്തായിരുന്നു എന്നുള്ളത് എഴുതുക. അതായത് അത് 1990-ലാണ്. അപ്പൊ എഴുതുമ്പോൾ എന്നാണ് അത് ഉണ്ടായത്, അതിന്റെ ഒരു മാസ് സ്ട്രഗിൾ ആയിരുന്നു. അതെന്തിനായിരുന്നു നാഷണൽ മൂവ്മെന്റ് ആ ഒരു ഉണ്ടാക്കിയത്? ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെയായിരുന്നു ആ ഒരു പിന്നെ മൂവ്മെന്റ് ഉണ്ടായത്. അത് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു എന്താ പറയാ മൊബിലൈസേഷൻ ഉണ്ടായി. കൃത്യമായി നിങ്ങൾ അതിന്റെ ഇത് എഴുതുക കേട്ടോ. വർഷം 1919 എന്നുള്ളത് തൊട്ട് തുടങ്ങുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അവിടെ എഴുതാം. നാഷണൽ മൂവ്മെന്റ് ഷേപ്പ് ചെയ്തത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ആ ഒരു കാരണം കൊണ്ട് ആണ് നാഷണൽ മൂവ്മെന്റ് ഒക്കെ ഷേപ്പ് ചെയ്യാൻ പറ്റിയത്. അത് എങ്ങനെ ഷേപ്പ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിലൊരു വൈഡായിട്ടങ്ങ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി എഴുതുന്നതിൽ നല്ല ശ്രദ്ധിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻസിലുള്ളത്. ഇനി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മറ്റു ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം വരുന്ന വീഡിയോകളിൽ. അതുപോലെ തന്നെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഇനിയും വാല്യൂ ആഡഡ് കോഴ്സുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്താണ് ഇപ്പം നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ചിലവർക്ക് നമുക്ക് ഷോർട്ട് നോട്ട്സ് ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നുണ്ടല്ലോ. ആ ഷോർട്ട് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ഒന്ന് പറയണം. എങ്കിൽ നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോകളിൽ ഒന്ന് പറയും. എങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ഡിസ്കസ് ചെയ്യേണ്ട ഭാഗമുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് കമന്റ് ഇടാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ കാണുന്നത് വരെ നമസ്കാരം.